जो जेल प्रशासन एक बढ़ती हुई शुगर के मरीज को इंसुलिन देने के लिए तैयार नहीं है, उसके खिलाफ खबरें प्लांट कर रहा है रोज. നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഏറെക്കാലമായി അഴിക്കുള്ളിലാണ്. അദ്ദേഹത്തിന് പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യത പോലും കോടതി നൽകുന്നില്ല. പലതരത്തിലുള്ള ശ്രമം പല രീതിയിൽ ആം ആദ്മിയും അദ്ദേഹത്തിന്റെ അഭിഭാഷകരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ദില്ലി മുഖ്യമന്ത്രിക്കെതിരെ ആസൂത്രിത വധശ്രമം, അദ്ദേഹത്തെ ഇല്ലാതാക്കാനായി ശ്രമിക്കുന്നു, ഇങ്ങനെ ഒരു ആരോപണമാണ് ഇന്നലെ മുതൽ ആം ആദ്മി ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിൽ വളരെ ഗുരുതരമായ വിഷയമാണ് ഉയർത്തിക്കാണിക്കുന്നത്. ഇൻസുലിനും ഡോക്ടറുമായിട്ടുള്ള കൂടിക്കാഴ്ചയും നിഷേധിച്ച് തീഹാർ ജയിലിനുള്ളിൽ വെച്ച് ഡൽഹി മുഖ്യമന്ത്രിയെ മരണത്തിലേക്ക് നയിക്കുകയാണ്, തള്ളിവിടുകയാണെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. കെജ്രിവാളിന് ഇൻസുലിൻ അനുവദിക്കണമെന്നും ജയിലിനുള്ളിൽ ഡോക്ടറെ കാണാനുള്ള അനുമതി നൽകണമെന്നുമുള്ള ആം ആദ്മിയുടെ ഹർജിയിൽ വിധി പ്രസ്താവിക്കുന്നത് വെള്ളിയാഴ്ചയാണ് ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചത്. അതിന് പിന്നാലെയാണ് ഈ ആരോപണം ഉയർന്നത്. ടൈപ്പ് 2 പ്രമേഹമുള്ള അരവിന്ദ് കെജ്രിവാൾ ഇൻസുലിൻ കുത്തിവെക്കുന്നതിനും ഡോക്ടറുമായി വീഡിയോ കോൺഫറൻസിംഗ് നടത്തുന്നതിനുമുള്ള അനുമതി തേടിയെങ്കിൽ പോലും ജയിൽ അധികൃതർ അത് നിഷേധിച്ചു എന്നാണ് പാർട്ടി വക്താവും ആരോഗ്യമന്ത്രിയുമായ സൗരവ് ഭരദ്വാജ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. കഴിഞ്ഞ ദിവസം സമാനമായ ആരോപണവുമായി ദില്ലി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രംഗത്ത് വന്നിരുന്നു. പിന്നാലെയാണ് സൗരവും രംഗത്തെത്തിയിരിക്കുന്നത്. കെജ്രിവാളിനെ സ്വാവധാനം മരണത്തിലേക്ക് നയിക്കാനുള്ളൊരു ഗൂഢാലോചന ഒരു തരത്തിൽ നടന്നു വരുന്നുണ്ട്. കെജ്രിവാളിൻ്റെ പരിശോധനാഫലം, പ്രമേഹ പരിശോധനാഫലം ചൂണ്ടിക്കാട്ടിയാണ് ഭരദ്വാജ് ഇങ്ങനെ ആരോപിക്കുന്നത്. പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ഇത് പറയുന്നു. കെജ്രിവാളിൻ്റെ പ്രമേഹം പരിശോധിച്ച റിപ്പോർട്ട് എടുത്തുകാട്ടി സൗരവ് പറഞ്ഞത് ഇൻസുലിൻ നിഷേധിച്ചത് തീഹാർ ജയിൽ അധികൃതരാണ്. അവർക്കെതിരെയും BJPയെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെയും വിമർശിച്ചുകൊണ്ടാണ് സൗരവ് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ 20-22 വർഷക്കാലമായി ഡൽഹി മുഖ്യമന്ത്രി പ്രമേഹബാധിതനാണ്. അദ്ദേഹത്തിന് അവശ്യ ചികിത്സ നിഷേധിക്കുന്നത് അത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. അതിന് പിന്നിൽ മറ്റ് ഗൂഢാലോചനകളുണ്ട്. അറസ്റ്റിന് ശേഷം കെജ്രിവാളിന് ഇൻസുലിൻ കുത്തിവയ്പ് നൽകിയിട്ടില്ല എന്നുള്ളത് തികച്ചും ഞെട്ടിപ്പിക്കുന്നതാണ്, അത് ഭയപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയും ആരോപിച്ചു. പ്രമേഹ രോഗിയായ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ രോഗം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുന്നുവെന്നും അത് മനഃപൂർവ്വം ഈ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നതായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാഴാഴ്ച കോടതിയിൽ ആരോപിച്ചിരുന്നു. ഇതുപോലെ മാമ്പഴം പോലുള്ള മധുര പലഹാരങ്ങളും മറ്റും പഴങ്ങളും കഴിക്കുമ്പോൾ പ്രമേഹം വർദ്ധിക്കുകയും അതിലൂടെ ജാമ്യം നേടാം, അസുഖം ഉണ്ടാക്കി ജാമ്യം നേടി പുറത്തിറങ്ങാനുള്ളൊരു തന്ത്രമാണ് കെജ്രിവാൾ നടത്തുന്നതെന്നുള്ള ആരോപണമാണ് ED നടത്തുന്നത്. മധുര പലഹാരങ്ങൾ ദിവസവും കഴിക്കുന്നുവെന്നും പ്രമേഹ നിരക്കിലെ ഏറ്റക്കുറച്ചിൽ കാട്ടി ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം നേടാനുള്ളൊരു നീക്കമാണ് അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ നടത്തുന്നത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും EDയുടെ ഈ വാദങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. തൻ്റെ ഭക്ഷണം പോലും രാഷ്ട്രീയവൽക്കരിക്കാനാണ് ED ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും ഇത് തികച്ചും തരംതാണ നീക്കമാണെന്നും അദ്ദേഹം കോടതിയിൽ ആരോപിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച ഭക്ഷണക്രമം തന്നെയാണ് താൻ പിന്തുടരുന്നത്. ജയിലിൽ ഇൻസുലിൻ എടുക്കണം എന്നുള്ള ആവശ്യം താൻ മുന്നോട്ട് വച്ചിരുന്നു, അത് നിഷേധിച്ചു. നിലവിൽ ഇൻസുലിൻ എടുക്കാൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രമേഹമുള്ളതുകൊണ്ട് തന്നെ ഡോക്ടറുമായി എല്ലാ ദിവസവും വീഡിയോ കോൺഫറൻസിംഗ് നടത്താനുള്ള അനുമതിയും കെജ്രിവാൾ തേടിയിട്ടുണ്ട്. ഈ ഹർജി ED സ്പെഷ്യൽ കോടതി പരിഗണിച്ചപ്പോഴായിരുന്നു വാദങ്ങൾ ഉയർന്നത്. വാദം പൂർത്തിയാക്കിയ കോടതി വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് ജയിൽ അധികൃതർ നിർദ്ദേശിച്ച ക്രമം അനുസരിച്ചല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഭക്ഷണം ലഭ്യമാക്കിയതെന്നാണ് കോടതിയും നിരീക്ഷിച്ചത്. മെഡിക്കൽ വിദഗ്ധരുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഭക്ഷണക്രമത്തിൽ മാമ്പഴം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പ്രത്യേക കോടതി ജഡ്ജിയായ കാവേരി ബവേജ പറയുകയുണ്ടായി. പിന്നെ എന്തിനാണ് മാമ്പഴം കഴിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. മാമ്പഴം കഴിക്കുമ്പോൾ വലിയ തോതിൽ പ്രമേഹ നിരക്ക് ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് ED അതിന് ഭാഗമായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി പക്ഷാഘാതം വരുത്താൻ ഡൽഹി മുഖ്യമന്ത്രി ഒരുക്കമല്ലെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ് മറുപടിയും പിന്നാലെ നൽകിയിരുന്നു. കെജ്രിവാളിന്റെ വസതിയിൽ നിന്നും 48 തവണ ജയിലിലെത്തിച്ച ഭക്ഷണത്തിൽ 3 മാമ്പഴം മാത്രമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. കോടതിയിൽ സിംഗ് ഇക്കാര്യം എടുത്തു പറഞ്ഞു. EDയുടെ ആരോപണങ്ങളെ കെജ്രിവാളും കോടതിയിൽ നിഷേധിച്ചിരുന്നു. കെജ്രിവാൾ പൂരിയും ഉരുളക്കിഴങ്ങും കഴിച്ചത് നവരാത്രിയുടെ ആദ്യ ദിവസം മാത്രമാണ്. അത് ആചാരപ്രകാരമായിട്ടുള്ള ഒരു ഭക്ഷണമായിട്ടാണ് നോക്കിക്കണ്ടത്. ഇക്കാര്യം കോടതിയിൽ സമർപ്പിച്ച കെജ്രിവാളിന്റെ ഭക്ഷണക്രമത്തിന്റെ ചാർട്ടിലും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് 300-നടുത്താണ്. തിഹാർ ജയിലിലെ അധികൃതർ അദ്ദേഹത്തിന് ഇൻസുലിൻ പോലും നൽകുന്നില്ല എന്നാണ് അതിഷി ആരോപിച്ചിരിക്കുന്നത്. കലോറി കുറഞ്ഞ
എറിത്രിട്ടോളാണ് അദ്ദേഹം മധുരത്തിനായി ഉപയോഗിക്കുന്നത്. ഇത് ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കെജ്രിവാളിന് നിഷേധിക്കാനും അതുവഴി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിപ്പിക്കാനും ഇതിലൂടെ ED ശ്രമിക്കുന്നുവെന്നും ആരോപിക്കുന്നു. ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിയും ആം ആദ്മിയുടെ മുതിർന്ന പാർട്ടി നേതാവുമായിട്ടുള്ള അതിഷിയാണ് വാർത്താസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം നൽകുന്നത് നിർത്തി അരവിന്ദ് കെജ്രിവാളിനെ കൊല്ലാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെല്ലാമെന്നും അവർ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും കെജ്രിവാളിൻ്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടിയിരുന്നു. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതായിരുന്നു ഈ വിധി. ഈ മാസം 23 വരെയാണ് കസ്റ്റഡി കാലാവധിയും. ദില്ലി മദ്യനയ കേസിലെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി പരിഗണിക്കില്ലെന്ന് നേരത്തെ സുപ്രീം കോടതിയും വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ കാരാഗ്രഹവാസം വീണ്ടും നീണ്ടുപോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.